അരികിലൊക്കെ വന്നിട്ടുണ്ട്. ഇത്തവണയെങ്കിലും മുന്തിരിങ്ങ പിടി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. പല്ല് തേച്ച് മുടിയെല്ലാം ചീകി കെട്ടി. പിന്നെ ഇനി നമുക്ക് അടുത്തായിട്ട് കിച്ചണിലോട്ട് പോകാം. കിച്ചണിൽ ആദ്യത്തെ ടാസ്ക് എന്തെന്ന് വെച്ചാൽ അടുപ്പ് കത്തിക്കുകയാണ്. അടുപ്പ് കത്തി പിടിച്ചു കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക് കഴിഞ്ഞു എന്നാണ് അർത്ഥം. അങ്ങനെ അടുപ്പൊക്കെ കത്തി പിടിച്ച്. ഇത് ഇന്നലെ കത്തിച്ച മടലിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഇത് ആദ്യം വെക്കാൻ പറ്റില്ല, കത്തി തുടങ്ങിയതിന് ശേഷം മാത്രമേ അത് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ തന്നെ നമ്മൾ കരിങ്ങാലി വെള്ളത്തിലും കൂടി വെള്ളം ഇടും. അപ്പോൾ കരിങ്ങാലി ആണിത്. കരിങ്ങാലി ഡപ്പയിലിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മോൾക്ക് അതാണ് ഏറ്റവും ഇഷ്ടമുള്ള വെള്ളം. അങ്ങനെ അതും ഇട്ട്. അപ്പോൾ ഇനി അടുത്ത ജോലിയിലോട്ട് നമുക്ക് പോകാം. എന്തായാലും ഭാഗ്യം, അടുപ്പിൽ നന്നായിട്ട് തീയൊക്കെ കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം വെള്ളം ചൂടായി കാണും. ഞാൻ അങ്ങനെ അരി കഴുകി കൊണ്ടിട്ടു. പിന്നെ തീയും കൂടി നന്നായിട്ട് ഒന്നുകൂടി ഞാൻ ശ്രദ്ധിച്ച് കുറച്ച് വിറകും കൂടിയൊക്കെ വെച്ച് കൊടുത്ത്. പിന്നെ ഇനി അടുത്തായിട്ട് നമുക്ക് ക്ലീനിങ്ങിന് പോകാം. ആദ്യം ടേബിളെല്ലാം ക്ലീൻ ചെയ്തു. ബുക്സുകളെല്ലാം പറക്കി അടുക്കി. മോള് പഠിച്ചിട്ട് അവിടെ വെച്ചിരുന്നതാണ്. പിന്നെ അതെല്ലാം പറക്കി വെച്ചതിന് ശേഷം ടേബിളെല്ലാം ക്ലീൻ ചെയ്ത് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പത്രം എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് സമയം എന്നും അവിടെ സിറ്റൗട്ടിൽ ഇങ്ങനെ നിൽക്കാറുണ്ട്. പക്ഷികളുടെ നല്ല മധുരമുള്ള ശബ്ദം എന്നെ അതൊരു പ്രത്യേക വൈബിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് മോർണിംഗിൽ ഇങ്ങനെ ലഭിക്കുന്നത്. പിന്നെ വീണ്ടും ഞാൻ വന്ന് നമ്മൾ അടുപ്പ് കത്തുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കും. പിന്നെ ചൂലും കൊണ്ട് പിന്നെ ഇറങ്ങക്കുവാണ്, ഒന്നൊന്നര ഇറങ്ങക്കം. അകംതൂത്ത് പുറംതൂത്ത് എനിക്കൊന്നും അറിയില്ല. പണ്ടേ ഉള്ള ശീലമാണ്. രാവിലെ മുറ്റവും അകവും എല്ലാം തൂത്ത് നല്ലതുപോലെ നീറ്റാക്കി ഇടണം. എൻ്റെ പണ്ടേ ഉള്ളൊരു ശീലമാണ്. അപ്പോൾ അമ്മയൊക്കെ കളിയാക്കി പറയും, എന്നാൽ അടുത്ത വസ്തുവും കൂടി പോയി തൂക്കാൻ പറയും. കാരണം വീട്ടിൽ കുറച്ച് കൂടുതൽ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിറയെ തൂക്കുമായിരുന്നു. നമ്മളെ പെരയിടത്തിലൊക്കെ ഒരു കരിയില പോലും കാണത്തില്ല. അത്രയ്ക്ക് നന്നായിട്ടാണ് ഞാൻ തൂത്തിടുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ തൂപ്പിൻ്റെ ഇടയിൽ അടുപ്പും കൂടി ഒന്ന് വന്ന് ശ്രദ്ധിക്കും. അടുപ്പിൽ തീ അണഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയും ചേര കയറിപ്പോകുന്നു. പക്ഷേ എനിക്ക് ചെറുതിലേ അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടെയായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ചേര കയറിപ്പോകണമെന്ന് വെച്ചാൽ തീ മൊത്തത്തിൽ അണഞ്ഞു കിടക്കുന്നതിനാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇതാ പുറത്ത് നല്ല ഷവറുണ്ട്. നമുക്കിതാ ആ കാണുന്ന ഒരു അല്പ സ്ഥലം മാത്രമേ ഉള്ളൂ, അല്ലാതെ കൂടുതൽ സ്ഥലമൊന്നുമില്ല. പക്ഷെ മുകളിൽ നിന്ന് ഇപ്പുറത്തെ വസ്തുവിൽ നിന്നൊക്കെ നിറയെ കരിയില വന്ന് വീഴും. അതെല്ലാം രാവിലെ തന്നെ തൂക്കും. കുറച്ച് കഴിയുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ശരിക്കും നല്ല കരിയില വീണ്ടും വന്ന് കിടക്കുന്നതാണ്. മുകളിലത്തെ വീട്ടിൽ കണിക്കൊന്ന മരമുണ്ട്. അപ്പോൾ അതിൻ്റെ പൂക്കൾ ഇങ്ങനെ കുഞ്ഞായിട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട്. നിറയെ പൂക്കൾ വിരിഞ്ഞില്ല, വിഷു ആവുന്നതിലുള്ളൂ. പിന്നെ നമ്മളിതാ ഇവിടെ മൊത്തം കറിവേപ്പില തൈയാണ്, നിറയെ കരിവേപ്പില തൈയുണ്ട്. ഇതാണ് എൻ്റെ കരിയേപ്പില മരം. നല്ല ഹൈറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു തോട്ട വെച്ചിട്ട് പറിക്കണം. പിന്നെ താഴെ നിൽക്കുന്നത് എനിക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഇതിനിപ്പോൾ ഏകദേശം 13 വർഷം പഴക്കമുണ്ട്. മോൾക്കും 13 വർഷമുണ്ട്. കാരണം മോളെ പ്രസവിച്ചിട്ട് കൊണ്ടുവന്നപ്പോൾ ഈ കരിയേപ്പില തേൻ കൂടിയാണ് ഞാൻ കൊണ്ടുവന്നത്. അങ്ങനെയാണ് കറക്റ്റ് വർഷം എനിക്ക് ഓർമ്മയുള്ളത്. പിന്നെ ഇതാ ഇവിടെയൊക്കെ നിറയെ കണിക്കൊന്നേര പൂക്കളാണ്. അത് കാണുമ്പോൾ കണ്ണിന് നല്ലൊരു ഹാപ്പിനെസ്സാണ്. പിന്നെ ഇതാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ കുറച്ചേ ഉള്ളൂ തൂക്കാൻ വേണ്ടി. ഇപ്പുറത്തെ സൈഡിലാകുമ്പോഴത്തേക്ക് കൂടുതലുണ്ട്. അങ്ങനെ അവിടെ എല്ലാം ഞാൻ രാവിലെ തൂത്ത് ഇങ്ങനെ വാരിക്കൊണ്ടിരിക്കുകയും. ഇതിങ്ങനെ ഗേറ്റിന് പുറത്തുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെയും തൂത്ത് നന്നായിട്ട് തളർന്ന് വിയർത്ത് വന്നിട്ടുണ്ട്. ഞാൻ തേങ്ങ പൊതിച്ചെടുക്കുകയാണ്. തേങ്ങ ആദ്യം എനിക്ക് മെഷീനിൽ പൊതിക്കാനേ അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ചേട്ടനാണ് പഠിപ്പിച്ചു തന്നത്. ഇപ്പം ഞാൻ എക്സ്പേർട്ടാണ്. ചേട്ടൻ്റെ അടുത്ത് ഇപ്പം ചേട്ടൻ പറയും, ഓ നിൻ്റെ അത്രയും സ്പീഡൊന്നും എനിക്കില്ല എന്ന് പറയും. അങ്ങനെ തേങ്ങയും പൊട്ടിച്ചെടുത്ത് അത് തിരുവി
കാപ്പി ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ ചോറിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുകയുള്ളൂ. ഉരുളക്കിഴങ്ങ് കറിയും ദോശയും ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് കുക്കറിലാക്കി. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഉള്ളിയും മുളകുമൊക്കെ കടുക് വറുത്താണ് ഇടുന്നത്. അല്ല ഞാൻ അതിൻ്റെ കൂടെ ഇടത്തില്ല. അത് ഇവിടെ ചേട്ടന് ഇഷ്ടമല്ല. അതുപോലെ അത് ടേസ്റ്റും കുറയും. അപ്പം അത് സെപ്പറേറ്റ് ഇട്ട് വഴറ്റി എടുത്തിട്ടാണ് ഉരുളക്കിഴങ്ങും ഇട്ട് റെഡിയാക്കി എടുക്കും കറിയെ. ഒപ്പം തന്നെ ദോശയും കൂടി ചുട്ടെടുത്ത്. അപ്പോൾ ദോശയും ഉരുളക്കിഴങ്ങ് കറിയുടെയും ജോലി തീർന്നു. ചേട്ടന് രാവിലെ പുതിനയിലയിട്ട കട്ടൻ ചായയാണ് ആവശ്യം. അങ്ങനെ ഞാൻ പിന്നെ പുതിനയില വാങ്ങിച്ച് ഞാൻ ഒരു വഴിയിലാണ്. അങ്ങനെ കുറച്ച് പുതിനയില ഞാൻ നട്ടുപിടിപ്പിച്ചു. ഇപ്പം കടയിൽ നിന്ന് പുതിനയില വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ട്. 3-4 ഇല എടുക്കുക, കട്ടൻ ചായ ഇടുക. ഇതാണ് ഇപ്പോൾ രാവിലത്തെ പരിപാടി. സുഖം. അതുമാത്രമല്ല നല്ല വിഷമില്ലാത്ത പുതിനയിലയും നമുക്ക് ഉപയോഗിക്കാം. ചേട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി ടേബിളിൽ വെച്ച്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം അടുപ്പിൽ തീ അണഞ്ഞോ എന്തോ അറിയാനും വയ്യ. അങ്ങനെ ഓടി വന്നു. അപ്പോൾ അരിയെല്ലാം വാർത്തിട്ടു. പിന്നെ ഞാൻ വെള്ളം ഇപ്പുറത്തെ അടുപ്പിലോട്ടിട്ട് തീയും കൂടി കൂട്ടി കൊടുത്തു. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് ഊറി ഇറങ്ങും ആ കരിങ്ങാലിപ്പൊടിയെല്ലാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. ഞാൻ ഒരു കൊതുമ്പും കൂടി എടുത്ത് കീറി വെച്ച് കൊടുത്തു. പിന്നെ അവിടെ നിന്ന് നേരെ ഞാൻ മീൻകാരൻ ചേട്ടൻ വരണ സൗണ്ട് കേട്ട് പാത്രം എടുത്തുകൊണ്ട് ഒരൊറ്റ ഓട്ടമാണ്. അല്ലെങ്കിൽ മീൻകാരൻ ചേട്ടൻ ഓടിക്കളയും. അവിടെ നിർത്തത്തില്ല വണ്ടി. നമ്മളിവിടെയൊക്കെ രാവിലെ മീൻ കിട്ടുന്നതുകൊണ്ട് പിന്നെ രാവിലെ വാങ്ങിച്ച് തന്നെ കറി വയ്ക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കത്തില്ല. പിന്നെ നമ്മൾ തലേ ദിവസം വാങ്ങിച്ച് വെക്കേണ്ടി വരും. ഇവിടെ 8 മണിയാകുമ്പോഴത്തേക്ക് മീൻ വരും. ചേട്ടന് 8:30 പോകണം. അല്ലെങ്കിൽ 9 മണിക്കകത്ത് എന്തായാലും ഇറങ്ങിയിരിക്കും. അയല മീനാണ് ഇന്ന് കൊണ്ടുവന്നത്. നല്ല ഫ്രഷ് അയലയായിരുന്നു. 4 എണ്ണം 200 രൂപ. പിന്നെ ഞാൻ അതെല്ലാം പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തു. അയല മുളകിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചാൽ അതാകുമ്പോൾ പെട്ടെന്ന് ചെയ്യാമല്ലോ. പിന്നെ തേങ്ങയൊക്കെ അരച്ചെടുക്കുമ്പോഴത്തേക്ക് സമയം ഒരുപാടായിപ്പോവും. പിന്നെ ഇന്നലെ തന്നെ രാത്രി തന്നെ ഞാൻ എല്ലാം അരിഞ്ഞ് പെറുക്കി വെക്കാറുണ്ട്. പടവലങ്ങയാണ് തോരത്തിന് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെയും കടുവറുത്തിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ മീനുള്ള മസാലയും തയ്യാറാക്കി. പിന്നെ തോരത്തിന് അരച്ചു. അപ്പോൾ തോരൻ റെഡിയായി കഴിഞ്ഞു. അപ്പോഴാണ് കരിവേപ്പില എടുത്തതില്ലെന്നറിഞ്ഞത്. അങ്ങനെ പിന്നെ ഞാൻ കരിവേപ്പില പറിക്കാൻ വേണ്ടി പോയി. താഴെ 2-3 കൊമ്പുകളിങ്ങനെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭാഗ്യമായി. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തോട്ടം എടുത്ത് വെച്ച് പറിച്ചെടുക്കേണ്ടി വന്നതിന് സമയം മൊത്തം നഷ്ടപ്പെട്ടനെ. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും പറിച്ചെടുത്ത് തോരത്തിന് കരിവേപ്പിലയിട്ട്, മീൻകറിക്കുമൊക്കെ കരിവേപ്പിലയിട്ട്. പിന്നെ തേങ്ങ ഒരുപാട് തിരുവിയായിരുന്നു. ആ തേങ്ങയെല്ലാം എടുത്ത് ഫ്രിഡ്ജിലും വെച്ച് മീനുകളെല്ലാം കറിയിൽ പറക്കിയിട്ട് മീൻ കുറച്ച് ഫ്രൈ ചെയ്തു. ചേട്ടന് പോവാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് കാര്യങ്ങളെല്ലാം ചെയ്യണത്. അതിന് കൊണ്ടുപോകാൻ വേണ്ടി ചോറ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. തോരൻ വെച്ചു. മീൻ ഫ്രൈയും എടുത്ത്. പിന്നെ കുറച്ച് നാരങ്ങ അച്ചാറും വെച്ച്. മീൻകറി നല്ല സെറ്റ് മീൻകറി റെഡിയായി കഴിഞ്ഞ്.
മുളകിട്ട അയല മീൻ കറിയാണ്. അതും കുറച്ചെടുത്ത് അപ്പോൾ ചേട്ടന് കൊണ്ടുപോകാനുള്ള എല്ലാം ആയിക്കഴിഞ്ഞു. ചോറും പാത്രം എല്ലാം ബാഗിലാക്കി വെച്ചു. അപ്പം തന്നെ എനിക്കൊരാശ്വാസമായി. ഇനിതാ ഈ ചെയറിൽ കൊണ്ടുവയ്ക്കും. ചേട്ടൻ പോവാൻ നേരത്ത് ഇതിനെ എടുത്തുകൊണ്ടങ്ങ് ഒരൊറ്റ പോക്കാണ്. ചേട്ടൻ പോയി കഴിഞ്ഞു. സമയം കറക്റ്റ് 9 മണി. ഇനിയാണ് ഞാൻ ഒരു കട്ടൻ ചായയും കുടിച്ച് പത്രമൊക്കെ വായിച്ച് ഒന്ന് റിലാക്സ് ആവണത്. ഈ പത്രം എന്ന് പറയണത് എന്നും എനിക്ക് വായിച്ചില്ലെങ്കിൽ ഒരു സൈസ് ഭ്രാന്ത് വരും. ചെറുതിലേ ഇങ്ങനെ പത്രം വായിച്ചൊരു ശീലമാണ്. അടുത്തത് എൻ്റെ കുട്ടന്മാർക്ക് ഫുഡ് കൊടുക്കണതാണ് പണി. ഈ മീൻ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിനെ ഇങ്ങനെ വൃത്തിയാക്കണമെന്ന് എനിക്ക് താല്പര്യമുള്ള കേസ് അല്ല. ഞാൻ പറയാമല്ലോ, ചേട്ടനാണ് ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റുന്നത്. ഞാൻ ഇങ്ങനെ ഫുഡ് കൊടുത്ത് പിന്നെ നോക്കിക്കൊണ്ടിരിക്കും. മോളിതാ നല്ല ഉറക്കമാണ്, ഒരു രക്ഷയില്ല, നല്ല ഉറക്കം. വിളിച്ച് എങ്ങനെയെങ്കിലും എണീപ്പിച്ച് മാറ്റി ബെഡെല്ലാം ഷീറ്റൊക്കെ വിരിച്ച് അടുക്കി പറക്കിയെടുത്ത് പിന്നെ അവൾ പല്ലൊക്കെ തേച്ചിട്ട് വന്ന് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത്. പിന്നെ എൻ്റെ അടുത്ത പരിപാടി ഡാൻസ് പ്രാക്ടീസാണ്. കുറച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യും. കാരണം ഈ പ്രായം കൂടുതലായതുകൊണ്ട് ഡാൻസ് ഒന്നും പെട്ടെന്ന് വഴങ്ങത്തില്ല. ഈ ഡാൻസ് എന്ന് പറയുന്നത് മൈ പാഷനാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഡാൻസ് ഈ പ്രായത്തിൽ പ്രാക്ടീസ് ചെയ്യണതും കളിക്കണതും ഒക്കെ. മോളാണ് ടീച്ചർ, അവൾ ആണ് പഠിപ്പിച്ചു തരുന്നത്. പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് വിശന്ന് തളർന്നു പോയി. കിച്ചനൊക്കെ വന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങളെല്ലാം കഴുകണം. ഇനി ഒരു യുദ്ധക്കളമായി കിടപ്പുണ്ട് അടുക്കള. സിങ്കും എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ അടുത്ത് നമ്മൾ വാഷിംഗ് സെക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ തുണികളെല്ലാം എടുത്ത് വാഷ് ചെയ്യണം. കുറച്ച് തുണികളുള്ളതുകൊണ്ടാണ് കഴുകുന്നത്, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിട്ട് കഴുകും. അപ്പോൾ ഇന്ന് കുറച്ച് തുണികളേ ഉള്ളൂ. തുണികളെല്ലാം കഴുകി ഇത് മുകളിൽ കൊണ്ടുപോയി വിരിച്ചിടുന്നു. അപ്പോഴാണ് ഫ്രിഡ്ജിൽ വരിക്കച്ചക്ക ഇരിക്കണ കാര്യം മോളോർത്തത്. അമ്മ വരിക്കച്ചക്ക വേണം, വരിക്കച്ചക്ക വേണം. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. നമുക്കിവിടെ പ്ലാവിൽ ആകെ ഒരു അല്പ സ്ഥലമേ ഉള്ളൂ. അങ്ങനെ അതിനെല്ലാം വെട്ടിപ്പറിച്ച് അവൾക്ക് തിന്നാൻ കൊടുത്ത് ഞാനും കുറച്ച് കഴിച്ച്. അപ്പോൾ കാണാൻ അടുത്ത ഒരു ബംഗാളി അപ്പുറത്തെ പെരയിടത്തിൽ തേങ്ങ അടക്കാൻ വന്നു. അങ്ങനെ ഞാനും കൂടി ഇവിടെ ആകെ ഒരു മൂട് തെങ്ങേ ഉള്ളൂ. അങ്ങനെ അതിൽ നമ്മളെ തെങ്ങിലും കൂടി കയറ്റി തേങ്ങ അടത്ത് ഇനി ഈ തെങ്ങിൽ ഒരു തേങ്ങ പോലും ഇല്ല, ഒരു കൊച്ചങ്ങ പോലും ഇല്ല. ഇനി ഒരു വർഷത്തേക്ക് എന്തായാലും ഈ തെങ്ങിൽ ഒരു തേങ്ങയും പിടിക്കൂല. തേങ്ങയെല്ലാം ഞാൻ ചാക്കിലാക്കി പറക്കൊണ്ട് വന്ന് തേങ്ങയെല്ലാം പൊട്ടിപ്പോയി. ആ റോഡിലാണ് ആ ബംഗാളി ചേട്ടൻ തേങ്ങയെല്ലാം പറിച്ചിട്ടത്. അപ്പോഴത്തേക്ക് നന്നായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്.
പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഈ നല്ല ഓലയായിരുന്നു, ഓലക്കാലും കൂടി കീന്തി ഒരു തുറപ്പ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. തുറപ്പ ഉള്ളത് അത് തേഞ്ഞ് പോയി, മുറ്റം തൂക്കാൻ ഇപ്പം പറ്റുന്നില്ല. അങ്ങനെ ഓലക്കാലും ഞാൻ വെട്ടി എടുത്ത്. അപ്പോൾ കാണാം മോളെ ഒരു കയറിങ് എടുത്തിട്ട് വന്ന് പറഞ്ഞ്. പിന്നെയാണ് ഞാൻ വെച്ചാൽ കയർ എന്തിനെടുക്കുന്നത്, ആ മടലിൽ നിന്ന് ഞാൻ അപ്പം തന്നെ ഒരു വഴുത എടുത്ത് ആ വഴുത എടുത്തങ്ങ് ഓലക്കാൽ കെട്ടിയാൽ പോരെ. വഴുത നല്ല സെറ്റായിട്ട് എടുത്ത് ഓലക്കാലെല്ലാം നല്ല ഇറുക്കി കെട്ടി. അവിടെ കൊണ്ടുവന്ന് വെച്ച്. പിന്നെ കുറേ കൊതുമ്പ് അവിടെ നിന്ന് വിറക്കിയെടുത്ത് അതെല്ലാം നമ്മുടെ അശയിൽ കൊണ്ടിടുകയാണ്. 2 അശയുണ്ട് എനിക്ക് കൊതുമ്പിടാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇത് ഞാൻ അമ്മയുടെ നിന്ന് കണ്ട് പഠിച്ചതാണ്. കുട്ടിക്കാലത്ത് നമ്മുടെ അടുപ്പിൽ തീ നീക്കി കൊടുക്കാൻ പറയാറില്ലേ, അങ്ങനെ നമ്മളവിടെ ഇരുന്ന് തീ നീക്കി കൊടുത്തിട്ട് നൈസായിട്ട് കളിക്കാൻ പോകും. അപ്പോഴേ ഈ തീയങ്ങ് അണഞ്ഞു. പിന്നെ ഈ കൊതുമ്പെടുത്താണ് നമ്മൾ തീ കത്തിക്കണം. അപ്പോൾ അമ്മ അങ്ങോട്ട് വഴക്കം തുടങ്ങും. പിന്നെ ഇതാ നമുക്ക് പെട്ടെന്ന് അമ്പലത്തിൽ ഒരു പൊങ്കാല ഇടണമെന്ന് വെച്ചോ, ഈ അശയെന്നങ്ങ് എടുത്തിട്ട് പോയാൽ മതി. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഞാൻ നല്ല തളർന്ന് വിയർത്ത് കുളിച്ച് കുറച്ച് തണുത്ത വെള്ളം കുടിച്ചപ്പോൾ നല്ലൊരു ആശ്വാസം കിട്ടി. പിന്നെ ഇതാ അടുപ്പിൽ കിടക്കുന്ന കരിങ്ങാലി വെള്ളം നല്ല സെറ്റായി ഊറിക്കിടപ്പുണ്ട്. അതെല്ലാം അരിച്ചെടുത്ത് നമ്മുടെ ജഗ്ഗിലോട്ട് ഒഴിച്ച്. ഈ ജഗ്ഗ് എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റായിട്ട് തന്നെയാണ്, ക്രിസ്മസ് ഗിഫ്റ്റ്. അങ്ങനെ അതിലോട്ട് ഒഴിച്ച് ഞാൻ അതാ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറ് കഴിക്കുകയാണ്. വിശന്ന് തളർന്നു പോയി. സ്പെഷ്യലായിട്ട് ഇന്നൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു, അതിനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. ശരിക്കും ജോലിയായിരുന്നു. ഒരു ശാപം കിട്ടിയ പോലെ ദിവസം പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തോ ഒരു ജോലിയായിരുന്നു. പിന്നെ ഞാൻ ചോറുണ്ടതിന് ശേഷം റോബസ്റ്റ പഴം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ റോബസ്റ്റ പഴം നല്ല തണുത്ത് കഴിക്കാൻ വേണ്ടി നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഈ ചൂടത്തൊരു ആശ്വാസമാവില്ല, നമുക്ക് തണുപ്പ് കിട്ടുന്നത് ഒരു സുഖമാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് ഞാൻ നേരെ ഈർക്കിൽ കീന്താൻ വേണ്ടി വന്നു. അപ്പോൾ 2 ഓലക്കാല വെച്ച് കീന്തിയാൽ നമുക്ക് പെട്ടെന്ന് കീന്താൻ പറ്റും. എപ്പോഴെപ്പോഴും 2 ഓലക്കാല എടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വെച്ചും കീന്തി എടുക്കും. ഭയങ്കര മടിയായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഓലക്കാല കീന്തുന്നത്. പക്ഷേ ഈ തുറപ്പ അങ്ങോട്ട് നല്ല തേഞ്ഞു പോയി തുമ്പ് അതിൻ്റെ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങ് ഇന്ന് തന്നെ കീന്തിക്കളയാം, നാളെ കീന്താന്നാണ് വിചാരിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഈ ഓലയൊക്കെ ഇരുന്ന് ഉണങ്ങിപ്പോകുന്നു, അത്രയ്ക്ക് വെയിലല്ലേ. ഇതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ, ഈ ഓലക്കാലിൻ്റെ വേസ്റ്റ് നമ്മളിങ്ങനെ ചുരുട്ടി എടുക്കണം. അപ്പം ഒരു ഓലക്കാൽ പോലും താഴെ വീഴത്തില്ല. അപ്പോൾ ഇങ്ങനെ ചുരുട്ടി എടുത്തുകൊണ്ട് തന്നെ വിളയിൽ കൊണ്ട് കളയുന്നു. വെള്ളം ഉള്ളതുകൊണ്ട് ഒന്നും അറിയണ്ട. എന്നിട്ട് നമ്മളെ തുറപ്പ കെട്ടുന്ന ജോലിയാണ്. തുറപ്പ കെട്ടുന്നത് കയറിൽ കെട്ടാനേ പാടില്ല. കയർ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ വേദനിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും തുണി എടുത്തിട്ട് വരും. ഏതെങ്കിലും ഒരു പഴയ തുണി മതി, തോർത്തോ എന്തെങ്കിലും പീസ് തുണികൾ അത് മതി. അതിൽ നിന്ന് ചെറിയൊരു കഷ്ണം കീറി എടുത്തിട്ടാണ് ഞാൻ തുറപ്പ ഇപ്പോൾ കെട്ടുന്നത്. അപ്പം നമ്മുടെ കൈ ഇങ്ങനെ തൂക്കുമ്പോഴത്തേക്ക് വേദനിക്കത്തില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. എത്ര വേണോ നമുക്ക് തൂക്കാം. രാവിലെ മുതൽ വൈകിട്ട് വരെ തൂത്താലും കയ്യിൽ ഒരു വേദനയോ ഒരു അടയാളമോ ഒന്നും ഉണ്ടാവില്ല. ചെറിയ തുറപ്പയായിപ്പോയി, കുറച്ചുകൂടി ഈർക്കിൽ വേണമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഓരോ ഓലയും കൂടി കിട്ടിയിരുന്നെങ്കിൽ നല്ല സെറ്റ് തുറപ്പുണ്ടാക്കാമായിരുന്നു. തൽക്കാലം കുറച്ച് നാൾ തൂക്കാം എന്തായാലും ഈ തുറപ്പുണ്ട്. പിന്നെ ഞാൻ ഈ തുമ്പ് നന്നായിട്ടങ്ങ് കട്ട് ചെയ്ത് കളയും. കാരണം ഇത് നമുക്ക് പുറത്ത് തൂക്കാനുള്ളതാണ്, അകത്ത് എന്തായാലും ഈ തുറപ്പ് നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ. അങ്ങനെ അതിൻ്റെ തുമ്പ് വെട്ടിക്കളഞ്ഞ് ഉദ്ഘാടനം അങ്ങ് നടത്തി. അവിടെ ആ ഓലക്കാലിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അവിടെ അങ്ങ് തൂപ്പ്. ഇന്ന് തൂത്ത് ഒരു വഴിയില്ല, ഇന്ന് തൂപ്പിടയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോഴേക്കും സമയം ഒരുപാടായി. 2:30 ആയിക്കഴിഞ്ഞാൽ പാല് വാങ്ങിക്കാൻ പറ്റത്തില്ല. ഞാനങ്ങനെ പെട്ടെന്ന് പാൽപാത്രമൊക്കെ എടുത്ത് ഓടിപ്പോയി പാല് വാങ്ങിക്കാൻ പോയി. രണ്ടര ആകുമ്പോഴത്തേക്കും പാല് വണ്ടി വന്ന് പാലെല്ലാം എടുത്തുകൊണ്ട് പോകും. അതിനു മുന്നേ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പാല് കിട്ടുള്ളൂ. അങ്ങനെ പാല് വാങ്ങിച്ച് വീട്ടിലെത്തി. അപ്പോഴാണ് ഇന്നലെ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടിയ വിവരം ഓർമ്മിക്കുന്നത്. അപ്പോൾ സ്ക്രീൻ ഗാർഡ് ഇല്ലാതെ പറ്റത്തില്ല, ഫോണ് എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യണമല്ലേ. അങ്ങനെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഫോണിൻ്റെ സ്ക്രീൻ ഗാർഡ് ഇടാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് റെഡി ആവുകയാണ്. പിന്നെ പുറത്തിറങ്ങുമ്പോൾ എന്തായാലും ഫസ്റ്റിൽ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല. പിന്നെ കമ്മലും ഇട്ട് കുറച്ച് ഐലൈനറും എഴുതി ലിപ്സ്റ്റിക്കും ഇട്ട്. അപ്പോൾ കയ്യിലെ നെയിൽ പോളിഷ് ഒന്നും ഒരു നീറ്റ്നെസ് ഇല്ല. അങ്ങനെ നെയിൽ പോളിഷ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്ത് അങ്ങനെ നേരെ കഴക്കൂട്ടത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴക്കൂട്ടത്ത് വന്നു. ഒരുപാട് കടകളിൽ ഞാൻ കയറി ഇറങ്ങി. അവിടെ എല്ലാം നല്ല റേറ്റാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ഇത് UV ഗ്ലാസ് ആയതുകൊണ്ട് റേറ്റ് കൂടുതലാണ്. അങ്ങനെയാണ് ഞാൻ മൊബൈൽ പാർക്കിൽ വന്ന് റേറ്റ് തിരക്കിയത്. അവിടെ നല്ല റേറ്റ് കുറവായിരുന്നു. പിന്നെ രണ്ടാമതൊന്നും ആലോചിച്ചില്ല, അവിടെ നിന്ന് തന്നെ ഞാൻ സ്ക്രീൻ ഗാർഡ് അങ്ങ് ഇട്ട്. അപ്പോൾ ഫോണെല്ലാം നല്ല സെറ്റായി. അവിടുന്ന് നേരെ തിരിച്ച് അപ്പോഴേ വീട്ടിൽ വരുന്ന വഴിക്ക് കാര്യവട്ടം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് 5 രൂപ കടയുണ്ട്. അവിടെ 5 രൂപയ്ക്ക് പരിപ്പുവടയും ഉഴുന്നുവടയും ഉള്ളിവടയും കിട്ടും. ഉള്ളിവട എനിക്ക് അത്ര ഇഷ്ടമല്ല. 50 രൂപയ്ക്ക് അങ്ങനെ പരിപ്പുവടയും ഉഴുന്നുവടയും കൂടി വാങ്ങിച്ച് വീട്ടിലെത്തി. അപ്പോൾ മോൾ ട്യൂഷന് പോയിരിക്കുകയാണ്, മോൾ എത്തിയിട്ടില്ല. അങ്ങനെ ഞാൻ ഓടി വന്ന് കതവ് തുറന്ന് ചായ ഇടാനാണ് നോക്കുന്നത്. വരുമ്പോഴേ ചോദിക്കും, അമ്മേ എന്തെങ്കിലും ഉണ്ടാ കഴിക്കാൻ, വിശക്കുന്നേന്ന്. ഞാനിതാ കതവ് തുറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോളെത്തി. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലോട്ടാണ് പോകുന്നത്. ഡ്രസ്സ് പോലും മാറ്റുന്നില്ല. ചായക്ക് വെള്ളവും വെച്ച് പിന്നെ കുറച്ച് പാല് നമ്മൾ കാച്ചി വെക്കുന്നുണ്ട്. അതിന് തൈര് കൊടുക്കും. പിന്നെ പിറ്റേന്നേക്ക് ചായ ഇടാനും കൂടി എടുക്കും. അപ്പോൾ ബൂസ്റ്റ് ഇട്ടാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ഈ ബൂസ്റ്റ് ഇടുമ്പോൾ നമുക്ക് പണ്ടേ എനിക്കുള്ള ശീലമാണ്, ഒരു സ്പൂൺ അങ്ങനെ അങ്ങ് അറിയാതെ വായിക്കകത്ത് തനിയെ പോകണം. മനഃപൂർവ്വമല്ല, അത് ഇതുവരെ മാറിയിട്ടില്ല ആ ഒരു ശീലേ. അങ്ങനെ ചായയൊക്കെ ഇട്ട് നമ്മൾ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. നല്ല ചൂട് വടയായിരുന്നു. ചായയും കൂട്ടി അങ്ങ് കഴിച്ച്. അപ്പോൾ കാണാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർമ്മ വന്നത്, ഞാനുണ്ടാക്കിയ സോസ് ഇവിടെ ഉണ്ട്. സോസിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല, പിന്നെ ഇടുന്നതാണ് ഞാൻ. അങ്ങനെ മോള് ഓടിപ്പോയി സോസ് എടുത്തുകൊണ്ട് വന്ന്. അപ്പോൾ ഈ പരിപ്പുവടയും സോസും കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ കുറച്ച് സോസ് എടുത്ത് പരിപ്പുവടയിൽ മുക്കി കഴിച്ച്. ആഹാ, സൂപ്പർ ടേസ്റ്റ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അപ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ഞാൻ വെറുതെ തള്ള് പറയണതല്ല, യഥാർത്ഥ സത്യമാണ് ഞാൻ പറയണത് കേട്ടോ. ചായ കുടിച്ച് വയറെല്ലാം നിറഞ്ഞ് അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത ജോലി എൻ്റെ ചെടിയൊക്കെ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം 2-3 ദിവസത്തിൽ ഒഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ ചെടികൾ അഴുകിപ്പോവും. കാരണം ഇൻഡോറായിട്ട് വെച്ചിരിക്കുന്ന ചെടികളാണ് ഇതെല്ലാം. അങ്ങനെ കുറേശ്ശെ ഞാൻ വെള്ളം ഒഴിച്ച്. അപ്പോൾ ഈ ചെടികളെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിലേ മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ. എല്ലായിടത്തും വീട് ഫുള്ള് ചെടി വയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നമുക്ക് എല്ലാ സ്ഥലത്തും ചെടികൾ വെക്കാൻ പറ്റത്തില്ലല്ലോ. കുറേ ചെടികൾ പിന്നെ പുറത്തുമുണ്ട്. പിന്നെ അതിനെല്ലാം വെള്ളമൊഴിച്ച്, പിന്നെ എൻ്റെ പുതിനയിലേക്കും പ്രത്യേക വെള്ളവും കൊടുത്ത്. അതിൻ്റെ കൂടെ ഒരു പ്രത്യേക വാത്സല്യമാണ്. അതുപോലെ തന്നെ എല്ലാ ചെടികളോടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
പുറത്തുള്ള ചെടിയൊക്കെ എല്ലാം വെള്ളം ഒഴിച്ച് ഇതെൻ്റെ മുന്തിരി മരമാണ്. നമ്മളിതിനെ മുന്തിരി എന്നാണ് പറയണത്. സീതപ്പഴം അതിനിപ്പോൾ നിറയെ പൂത്ത് നിൽക്കുകയാണ്. ചെറിയ ചെറിയ പൂക്കൾ കാണുന്നുണ്ടല്ലേ നിങ്ങൾ? അപ്പോൾ അതിലിനി ഇത്തവണയെങ്കിലും മുന്തിരിങ്ങ പിടിക്കുമോ എന്തോ. കഴിഞ്ഞോണയും മുന്തിരി ഇങ്ങനെ നിറയെ പൂത്ത് വന്ന്, പക്ഷേ അധികമൊന്നും ഉണ്ടായില്ല, 1-2 കിട്ടിയുള്ളൂ. ഇനി ഇത്തവണ ഒരുപാട് പിടിക്കുമോ എന്തോ. നിറയെ പൂത്തിട്ടുണ്ട് എന്തായാലും. പിന്നെ ഞാൻ വിളക്ക് തേക്കാനായിട്ട് പോയി. വിളക്കെല്ലാം തേച്ച് പൂക്കളൊക്കെ ഇതാ പുറത്ത് പോയി പറിച്ചെടുക്കണം. നമ്മളെ പൂക്കൾ തന്നെയാണ് ഇതെല്ലാം. റോഡിൻ്റെ ഭാഗത്തായിട്ട് നിൽക്കണമെന്നേ ഉള്ളൂ. വീട്ടിൻ്റെ അകത്ത് തന്നെയാണ് ഇതെല്ലാം നിൽക്കുന്നത്. അതിന് കുറച്ചങ്ങ് മുറിച്ച് കളയണം, അല്ലെങ്കിൽ പിന്നെ ഇനി വണ്ടികളൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇതാ വിളക്കെല്ലാം ഇങ്ങനെ നല്ല മനോഹരമായിട്ട് ഒരുക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിലേ മുതലുള്ള ഒരു ശീലമാണ് ഇതൊക്കെ. പണ്ട് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് രാവിലെ വിളക്കെല്ലാം തേച്ച് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കാണാം മുകളിലത്തെ വീട്ടിലെ പശു ഇതിലേ പോയി. അപ്പോൾ മോൾ ഉടനെ ഫോൺ എടുത്ത് അതിനെയും കൂടി വീഡിയോ എടുക്കാം അമ്മ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് നമ്മൾ വിളക്ക് ഇതാ കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് നമ്മളതിനെ തൊഴുതിട്ട് കുറച്ച് ഭസ്മവും സിന്ദൂരമൊക്കെ ഇടും. ഇത് നമ്മൾ ഡെയിലി റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ വീട്ടിൽ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നത് ഐശ്വര്യമാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും ഇങ്ങനെ വിളക്ക് കത്തിക്കാറുണ്ടല്ലോ വൈകിട്ട്. പിന്നെ അടുത്ത ജോലി എന്ന് വെച്ചാൽ നാളത്തേക്കുള്ള പച്ചക്കറി അരിയേക്കുവാണ്. അപ്പോൾ ടി വിയും കാണാം, പച്ചക്കറി അരിയ. നാളത്തേക്ക് ബീൻസാണ് തോരൻ വെക്കണം. അപ്പോൾ കുറച്ച് ബീൻസ് എടുത്തിട്ട് വന്ന് അങ്ങനെ എൻ്റെ കുഞ്ഞു മുറത്തിലാണ് ഞാൻ വെച്ച് അരിയുന്നത്. അപ്പോൾ അതാകുമ്പോൾ എനിക്കിങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഈസി ആണ്. അങ്ങനെ അതിൽ എടുത്തിട്ട് വന്ന് ബീൻസിൻ്റെ ആ നാരുണ്ടല്ലോ അതിനെ എടുത്ത് പിന്നെ കഴുകി ഇനി ബീൻസ് അരിയുകയാണ്. അതിനെ ഒരു ബോക്സിലാക്കി വെക്കും. അപ്പോൾ എളുപ്പമായല്ലോ കാര്യങ്ങൾ. നാളെ രാവിലെ ഇതിനെ എടുത്തങ്ങ് തോരൻ വെച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ രാവിലെ അരിയേക്കും എല്ലാ ജോലിയും കൂടി നടക്കത്തില്ല. ഇന്നത്തെ ദിവസം പോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ദിവസം വേറെ ഒന്നുമില്ലേ. പിന്നെ രാത്രി മോൾക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച എല്ലാവർക്കും കൂടി പുട്ടങ്ങ് അവിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൽ ഓരോ മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ പിന്നെ പുട്ടെല്ലാം എന്താ ആവി വരികയാണ്. അപ്പോൾ കുറച്ച് പപ്പടം ഇരുന്ന് അതും കൂടി കാച്ചിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതും കൂടി കാച്ചിയെടുത്ത് അപ്പോൾ ഇതാ രാത്രിത്തേക്കുള്ള ഫുഡെല്ലാം എടുത്തു കഴിഞ്ഞ് പുട്ടും മുട്ടയും പപ്പടവും പിന്നെ ഉച്ചത്തൊക്കെ ഉണ്ടാക്കിയ അയല മുളകിട്ട് തന്നെയായിരുന്നു അതും കഴിച്ച് നമ്മൾ.
പാത്രം എല്ലാം കഴുകി നീറ്റാക്കി വെച്ച്, അല്ലെങ്കിൽ പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര പണിയായിരിക്കും, ഒരു കാര്യവും നടക്കൂല. അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ ഇതെല്ലാം നീറ്റാക്കി വെക്കാറുണ്ട്. സിങ്കെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. ടാറ്റാ ബൈ ബൈ, സീ യു.